അതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സായം സന്ധ്യയിൽ നാദബ്രഹ്മ ഫൗണ്ടേഷൻ സ്നേഹപൂർവ്വം ഒരുക്കുന്ന സ്നേഹസംഗമം ഗാനസ്പന്ദനം എന്ന ഈ സംഗീത സായാഹ്നത്തിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീതത്തിൻ്റെ സ്നേഹസ്പർശത്തോടെ മനസ്സുകളെ ഒന്നിപ്പിക്കുന്ന ഈ സന്തോഷവേളയിൽ എല്ലാവർക്കും മുൻകൂറായി പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് ഈ സ്നേഹസംഗമത്തിന് തുടക്കം കുറിക്കട്ടെ. സംഗീതം സമാധാനത്തിനായി എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കലയും കാരുണ്യവും കൈകോർത്ത് സേവനത്തിൻ്റെ പാതയിലേക്ക് സംഗീതത്തെ നയിക്കുക എന്നതാണ് നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ ദർശനം. സംഗീത സാധനയുടെ മഹത്തായ 38 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ കുറിക്കപ്പെടുന്ന ഒരു വർഷമാണ് 2025. ഒന്നിനൊന്ന് വ്യത്യസ്തമായ തീമുകളോടെ 4 സംഗീത സന്ധ്യകൾ ഇതിനോടകം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. അവിടെ ദേശഭക്തിയുടെ താളമുണ്ടായിരുന്നു, സ്നേഹത്തിൻ്റെ പിറന്നാൾ സമ്മാനവും സ്മരണയുടെ കണ്ണീരോടെയുള്ള അർപ്പണവുമുണ്ടായിരുന്നു, അപൂർവ രോഗാവസ്ഥയെ കീഴടക്കുന്ന ജീവിതയാത്രയുടെ പ്രചോദനവും രാഗവും ഗാനവും കൈകോർത്ത് വിസ്മയ നിമിഷങ്ങളുമുണ്ടായിരുന്നു. ഗാനങ്ങൾ മാത്രമല്ല, ഹൃദയം തൊടുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ആ സംഗീത സന്ധ്യകളെ അർത്ഥവത്താക്കി മാറ്റി. എല്ലാവർക്കും നമസ്കാരം. ഈ മഹത്തായ വർഷം വിട പറയുന്നതിന് മുൻപ് നമ്മൾ ഒരുക്കുന്ന 5ാമത്തെ ഗാനസന്ധ്യയാണ് ഇന്നിവിടെ അരങ്ങേറുന്ന സ്നേഹസംഗമം ഗാനസ്പന്ദനം. നാദബ്രഹ്മത്തിൻ്റെ ഗായക സഹയാത്രികൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ സുന്ദര സംഗീത സായാഹ്നത്തിൽ ഇന്ന് പങ്കുചേരുന്നത് നാദബ്രഹ്മം കുടുംബാംഗങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സംഗീത പരിപാടിയേക്കാൾ കൂടുതലായി ഹൃദയബന്ധങ്ങളുടെ ഒരു കുടുംബ സംഗമം തന്നെയാണ്. ഈ സംഗമത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയെയും നാദബ്രഹ്മത്തിൻ്റെ സാരഥികളെയും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കാം. നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ പ്രസിഡൻറ്റും ഗായകനും സംഗീതജ്ഞനുമായ സോമൻ മാസ്റ്റർ എന്ന് നമ്മളെല്ലാം വിളിക്കുന്ന ശ്രീ MT സോമശേഖരൻ സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് മലയാള സിനിമ ടെലിവിഷൻ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, നടൻ എന്നീ നിലകളിൽ പ്രശസ്തൻ ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ ഹരി പി നായരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ വൈസ് പ്രസിഡൻറ്റും ഗായകനുമായ ശ്രീ വിനോദ് കുറുപ്പത്തിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നാദബ്രഹ്മ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയും ഗായകനുമായ ശ്രീ പ്രവീൺ സുകുമാരനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി കുമാരി അതുല്യയെ ക്ഷണിക്കുന്നു. ഈശ്വര ചൈതന്യം ജീവാമൃതം, ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. ഈശ്വര ചൈതന്യം ജീവാമൃതം, ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. നൽകിടാം നമുക്കുള്ളതെല്ലാം, സ്വാർത്ഥതയില്ലാതെ സ്നേഹമോടെ നന്മകൾ ചെയ്തിടാം, നല്ലതു ചെയ്തിടാം. ഈശ്വര സൃഷ്ടിയായി മാതൃകയായി, ഈശ്വര സൃഷ്ടിയായി മാതൃകയായി. ഈശ്വര ചൈതന്യം ജീവാമൃതം.
ഈശ്വര ചൈതന്യം ജീവാമൃതം ഈ പ്രപഞ്ചത്തിലെ സ്നേഹാമൃതം. ഈ ചടങ്ങിൻ്റെ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ ട്രസ്റ്റിയും വൈസ് പ്രസിഡൻറ്റുമായ വിനോദ് കുറുപ്പത്തിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരെ, നാദബ്രഹ്മം കുടുംബാംഗങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സ്വാഗത പ്രസംഗം പാട്ടുപാടാൻ എളുപ്പമാണ് തോന്നുന്നു. പക്ഷേ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ്. എന്നാലും ശ്രമിക്കുകയാണ്. നാദബ്രഹ്മ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഈ സ്നേഹ സംഗീത സംഗമസന്ധിയിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ തനതായ ഇടം ഉറപ്പിച്ച ഒരു സംഘടനയാണ് നാദബ്രഹ്മം. കലയുടെ മൂല്യവും ശാസ്ത്രീയതയും നിലനിർത്തിക്കൊണ്ട് തന്നെ സംഗീതവും കാരുണ്യവും ബന്ധിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ സംഗീതയാത്രയിലെ മറ്റൊരു സുന്ദര സായാഹ്നമാണ് ഇന്നത്തേത്. സംഗീതം മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, ആത്മാവിനെ സ്പർശിക്കുന്ന കാലവും അതിരുകളും മറികടക്കുന്ന ഒരു അനുഭവമാണ്. അത്തരത്തിലൊരു സംഗീതയാത്രയ്ക്ക് വേദിയൊരുക്കുന്ന ഈ സുന്ദര സായാഹ്നത്തിൽ ഏവരെയും സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കട്ടെ. 2025 ഞങ്ങളെ സംബന്ധിച്ച് ഏറെ പ്രിയപ്പെട്ട വർഷമാണ്. കഴിഞ്ഞ ജനുവരി മുതൽ ഈ ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഒന്നിനോടൊന്ന് വൈവിധ്യമാർന്ന തീമുകളോടുകൂടിയ പ്രോഗ്രാമുകളാണ് നാദബ്രഹ്മം സംഗീത ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇന്ന് നടക്കുന്ന സംഗീത സംഗമം സ്നേഹസംഗമം ഗാനസ്പന്ദനം ഉൾപ്പെടെ 5 ഗാനസന്ധ്യകൾ ഗുരുവായൂരിലും മറ്റു ക്ഷേത്രങ്ങളിലുമായി നിരവധി സംഗീതാർച്ചനകൾ, സൈനിക പ്രണാമവും ദേശഭക്തി ഗാനാഞ്ജലിയുമായി ജനുവരിയിൽ നടന്ന ജയ് ജവാൻ 2025, ഫെബ്രുവരിയിൽ നടന്ന യേശുദാസ് ജയചന്ദ്രൻ സംഗീത സ്മൃതി, ഒരു മെഡിക്കൽ തീമോടുകൂടി മെയ് മാസത്തിൽ നടന്ന തപനം സാന്ത്വനം, ശാസ്ത്രീയ സംഗീതവും ചലച്ചിത്രഗാനങ്ങളും കൂട്ടിയിണക്കിയ രാഗസല്ലാപം ഗാനസായുജ്യം, ഇന്നിവിടെ അരങ്ങേറുന്ന സ്നേഹസംഗമം ഗാനസ്പന്ദനം, കലയും കാരുണ്യവും കൈകോർത്ത ഈ വർഷം നാദബ്രഹ്മത്തിൻ്റെ അഭിമാന വർഷം തന്നെയാണ്. ആവർത്തന വിരസമായ ഒരേ പാറ്റേണിലുള്ള സംഗീത പരിപാടികളായിരുന്നില്ല ഇവ എന്നതാണ് നാദബ്രഹ്മത്തെ വേറിട്ട് നിർത്തുന്ന പ്രധാന ഘടകമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുതന്നെയാണ് നാദബ്രഹ്മത്തിൻ്റെ വ്യത്യസ്തമാക്കുന്ന സംഗീതത്തിൻ്റെ ആഴവും. ആദ്യമായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഗുരുനാഥനും നാദബ്രഹ്മത്തിൻ്റെ സ്ഥാപകനും പ്രസിഡൻറ്റും ആയ ശ്രീ MD സോമനശേഖരൻ മാസ്റ്ററെയാണ്. കഴിഞ്ഞ 49 വർഷമായി സംഗീതത്തിനു വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച സോമമാഷിൻ്റെ സാന്നിധ്യം നമുക്ക് പകരുന്ന ഊർജ്ജം വളരെ വലുതാണ്. മാഷിൻ്റെ ആശയങ്ങളും കാഴ്ചപ്പാടുകളും നടപ്പിൽ വരുത്തുക എന്ന എളിയ ദൗത്യം മാത്രമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. നമ്മുടെ ഈ സംഗീതയാത്രയ്ക്ക് ശക്തമായ നേതൃത്വവും ദിശാബോധവും നൽകുന്ന ആദരണീയ ഗുരുനാഥനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. തൃശ്ശൂരിൽ നിന്ന് തുടക്കം കുറിച്ച് തൻ്റെ സൃഷ്ടികളിലൂടെ മലയാള ടെലിവിഷൻ രംഗത്തും സിനിമയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച കലയും ദൃശ്യഭാഷയും തമ്മിലുള്ള ബന്ധം പുതിയ തലങ്ങളിലേക്ക് ഉയർത്തിയ
ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥിയായ ശ്രീ ഹരി പി നായരുടെ സാന്നിധ്യം ഈ ചടങ്ങിന് പ്രത്യേകം തിളക്കം പകരുന്നുണ്ട്. കുടുംബങ്ങളുടെ സ്വീകരണ മുറികളിൽ എത്തുന്ന കുലീനമായ പരിപാടികളിലൂടെ ശ്രദ്ധേയനായ ഒരു കലാകാരനെ തന്നെ ഈ സ്നേഹസംഗമത്തിൻ്റെ ഉദ്ഘാടനത്തിനായി ലഭിച്ചതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട്. തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ വലിയ കൊച്ചനുജനെയാണ്. നാദബ്രഹ്മത്തിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ പ്രവീൺ സുകുമാരനെയാണ് അടുത്തതായി സ്വാഗതം ചെയ്യുന്നത്. തൻ്റെ പ്രവർത്തന മേഖലയുടെ വലിയ തിരക്കുകൾക്കിടയിലും നാദബ്രഹ്മത്തിൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും സമയം കണ്ടെത്തുന്ന പ്രവീണിൻ്റെ യുവത്വവും ഊർജവും നാദബ്രഹ്മത്തിന് നൽകുന്ന ഉൾക്കരുത്ത് വളരെ വലുതാണ്. ശ്രീ പ്രവീൺ സുകുമാരനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സുന്ദരസന്ധ്യയെ സംഗീതത്തിൻ്റെ നിറവിൽ ആസ്വദിക്കാൻ എത്തിച്ചേർന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ സ്ഥാപക പ്രസിഡന്റും പ്രമുഖ സംഗീതജ്ഞനും ഗായകനുമായ ശ്രീ MD സോമശേഖർ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.